ഗൈസ്, എൻ്റെ ലവർ കാരണം എനിക്ക് വാക്സിൻ എടുക്കേണ്ട അവസ്ഥയാണ്. എന്തായാലും ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഇന്നുകൊണ്ട് അവസാനിക്കും. കാരണം വാക്സിൻ എടുക്കാൻ എന്നോട് വന്നിരിക്കുന്നത് എൻ്റെ അമ്മയാണ്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇതിനൊക്കെ ആശുപത്രി വരികയാണ്. ഇതോടെ എൻ്റെ 90 ദിവസത്തെ ചലഞ്ച് ക്ലോസ് ആയി. പക്ഷെ ഞാൻ ഈ ഹോസ്പിറ്റലിലോട്ട് വന്നത് വേറൊരു ഉദ്ദേശം കൂടെ ഉണ്ട്. എങ്ങനെയുണ്ട് നഴ്സുമാരൊക്കെ? 1-2 കൊള്ളാം. അതൊന്നുമല്ല, ഇതാകുമ്പോ 5 രൂപയ്ക്ക് പരിപാടി എല്ലാം കഴിയും. ഗൈസ്, ശരിക്കും സംഭവിച്ചത് ഇന്നലെയായിരുന്നു. ഞങ്ങൾ രണ്ടു സമാധാനപരമായി കളിച്ചോണ്ടിരിക്കുമ്പം ഇവൾ എന്നെ അറിഞ്ഞും മുറഞ്ഞും കടിച്ചു കളഞ്ഞു. അതോടെ കാര്യങ്ങളെല്ലാം എന്റെ കയ്യിൽ നിന്ന് പോയി. അതോടെ 90 ദിവസം കൊണ്ട് സാറേ അമ്മയും കൊണ്ട് ഇഷ്ടമാണെന്ന് പറയിപ്പിക്കുന്ന ചലഞ്ചിന് ഷട്ടറും വീണു. പറഞ്ഞേ ഇതിന് ആഹാരമല്ല ഞാൻ കൊടുത്തോളും. നീ ഏതോ ആവശ്യത്തിന് പോയേക്കരുത് കേട്ടോ. ഇതിനെ ഞാൻ നോക്കിക്കോളാം. നമ്മൾ ധാരാളം പ്രശ്നങ്ങളായി വീട്ടിലുള്ളത്. അതിനിടയ്ക്ക് ഇതിനെ കൂടെ വലിച്ചു വെച്ചേക്കരുത് കേട്ടോ. ഇതിനെ മേലെ നീ പുറത്തിട്ടേക്കരുത് കേട്ടോ. ഇഞ്ചക്ഷൻ എടുത്തോണ്ട് നടക്കുന്നു. അമ്മയ്ക്ക് കേട്ടോ അടുത്ത വാക്സിൻ അമ്മയ്ക്ക്. ഇന്ന് എന്നെ കുത്തി വെച്ച് നീ ഒരുത്തി കാരണം അതറിയാമോ നിനക്ക്? ഇവിടെ നോക്കടി, ഇവിടെ നോക്കടി. ഗൈസ്, ഇപ്പോൾ ഫുൾ ഡോസ് എടുത്തിട്ടും കാര്യമില്ല, വാക്സിൻ എടുത്തേ പറ്റൂ. ഗൈസ്, ഏറ്റവും വിറ്റെന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 8 മാസത്തിന് മുമ്പ് ഞാൻ ഈ റാബീസിന്റെ ഫുൾ ഡോസ് വാക്സിൻ എടുത്തായിരുന്നു. പക്ഷെ എങ്കിലും ഈ വെട്ടം എന്നോട് എടുക്കണമെന്ന് അവർ പറഞ്ഞിരിക്കുന്നു. വീഡിയോ എടുത്ത വാക്സിൻ കുത്തുന്നതിന്റെ ഇനി ഇപ്പൊ ഇവളെന്നെ കടിച്ചെന്ന് പറഞ്ഞാലും മാന്തി എന്ന് പറഞ്ഞാലും ഞാൻ ഇവിടെ റെഡിയാക്കി എടുക്കുന്നു. എന്തായാലും തെറ്റ് ചെയ്യാത്തവരായി ആരണ്ട് ഗോപുന്നല്ലേ പ്രശസ്തനായ കവി പറഞ്ഞിരിക്കുന്നത്. ഇല്ല, ഞാൻ കൊടുത്തില്ല, അമ്മയല്ലേ പറഞ്ഞു കൊടുക്കണ്ടെന്ന്.